ജമ്മു മേഖലയിൽ ശ്രീനാഥ് ചന്ദ്രനുണ്ട്. ഇന്നലെയും ഇന്നുമൊക്കെയായി ഡ്രോൺ ആക്രമണത്തിൽ അവിടെ തകർന്ന ജാനിപ്പൂർ കോളനിയിൽ നിന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ് അവിടെ ചെന്ന ശേഷം കണ്ട കാഴ്ചകൾ നമ്മൾ കരുതിയതിനേക്കാൾ കുറച്ചുകൂടി സങ്കടമുണ്ടാക്കുന്നതാണ്. കാരണം പാകിസ്ഥാൻ യാതൊരു പ്രകോപനവുമില്ലാതെ ഈ ദിവസങ്ങളിൽ, ഇന്നലെയും ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ജനവാസ കേന്ദ്രത്തിലേക്ക് ആക്രമണം അഴിച്ചുവിടുക, വലിയ തോതിൽ ഷെല്ലാക്രമണം നടത്തുക, ഈ സിവിലിയൻസിനെ ഇല്ലാതാക്കാൻ ബോധപൂർവം നടത്തുന്ന നീക്കങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു നേർക്കാഴ്ചകൾ ശ്രീനാഥിന് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെയും ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എങ്ങനെയാണ് ആ ജനങ്ങൾ പ്രതികരിക്കുന്നത്? അവർക്ക് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ പറ്റുന്ന അവസ്ഥ ഇല്ലേ ശ്രീനാഥ് അവിടെ? വിജയകുമാർ, നമ്മുടെയൊക്കെ വീടിന് ഒരു ചെറിയ കേടുപാട് പറ്റിയാൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന വിഷമം എത്രത്തോളം ഉണ്ടാവുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുന്നേ എൻ്റെ വീട്ടിൽ പോലും ശക്തമായ കാറ്റിലും മഴയിലും ഒരു തെങ്ങൊക്കെ വീടിന് കേടുപാട് പറ്റിയപ്പോൾ ഞാൻ കടന്നുപോയ ഒരു മാനസികാവസ്ഥയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ജാനിപ്പൂർ, അതായത് ജമ്മു കാശ്മീരിലെ ജമ്മുവിലെ ഈ നഗരമേഖലയിൽ തന്നെയുള്ള ഒരു കോളനിയിലാണ്. അവിടെയുള്ള ഒരു വീടിനകത്താണ്. നമുക്ക് ഇവിടെ ഒരു വലിയ ഒരു ബോംബ് എന്തോ വീണത് കണക്കെ അതിൻ്റെ കോൺക്രീറ്റ് ആകെ തകർന്ന് താഴേക്ക് പതിച്ചിരിക്കുന്നു. ഇവിടെ ഒരു ടേബിളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് കസേരകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ നശിച്ച് എന്താ പറയുക, നാമാവശേഷമായ കണക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. മൊത്തം ഈ വീടിനകത്ത് മൊത്തം പൊടിപടലം, അവിടെ ഒരു വാഷ് ബേസിൻ അടക്കമുണ്ടായിരുന്നു, അതൊക്കെ തകർന്ന് ഇങ്ങനെ കിടക്കുന്നു. എന്താണ് വീണത് എന്നതിനെക്കുറിച്ച് വീട്ടുകാർക്കൊരു ധാരണയില്ല. കാരണം എന്തെങ്കിലും ഒരു അവശിഷ്ടം ഇവിടെ കാണാനില്ല. അവരുടെ കയ്യിൽ 1-2 ഇരുമ്പ് പാളികൾ മാത്രമേ ഉള്ളൂ. അതെന്തിൻ്റെതാണ് വെളിപ്പെടുത്തില്ല. ഇഷ്ടം അവർ ഇതുവരെ കണ്ടതുമില്ല. അതുകൊണ്ട് എന്ത് പതിച്ചു എന്നറിയില്ല. ഇന്ന് രാവിലെയാണ് ഈ തരത്തിൽ ഉഗ്ര ശബ്ദത്തോടെ വീടിന് മുകളിലേക്ക് എന്തോ ഒന്ന് വന്ന് പതിച്ചു. അതാകെ കോൺക്രീറ്റും മറ്റും തകർത്ത് അകത്തേക്ക് വീഴുന്നു. വീടിനകമാകെ ഈ പൊടിയിൽ ഇങ്ങനെ കുളിച്ച് കിടക്കുകയാണ്. ഈ വീട്ടുകാർ ഇവിടെ ഉണ്ട്. അവരുടെ പേര് ാണ് ഈ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. कितने बजे हुआ ये कोई 6:03-6:10 के बीच की बात है. सुबह का टाइम था उस कमरे में. तो फिर नींद खुल गई थोड़ा. फिर मैंने सोचा अपडेट ले लेती हूँ फ़ोन पे कि कहाँ पे क्या सिचुएशन रही वॉर की. तो फिर मेरी मम्मा भी मॉर्निंग रूटीन की तरह वॉशरूम होके आए, फिर अपने लिए पानी लेके आए. तो मेरे बेड पर ही आके अभी बेड पे सिर्फ बैठे ही थे. अचानक से ब्लास्ट की आवाज़ आई और पड़ोसियों के चीखने की आवाज़ें आई. तो हमें लगा पहले शायद आसपास कहीं जंगल भी है, वहाँ गिरा होगा. फिर देखा जब धुआं एकदम से आ गया, पता चला ये तो हमारे घर पे गिरा है. फिर हमें लगा कि अब सबसे पहले हमें अपनी जान बचानी चाहिए. तो सारे दरवाजे भी लॉक हो गए थे, जाम हो गए, क्या समझ नहीं आया. धुएं में कुछ नज़र भी नहीं आ रहा था कि कहाँ को भागे. फिर फॉर्चुनेटली एक दरवाज़ा मेरे रूम के बाहर की तरफ भी था. फिर उसको खोलने लगे तो उसको खोलने में भी हमें 15 मिनट लगे. वो जाम हो गया था बिल्कुल. तो फिर किसी तरह उसको खोला और घर से बाहर भाग गए. ये एरिया पे कभी ऐसा हुआ आपको याद में? कभी भी नहीं हुआ. अभी मैं 25 ईयर्स की हूँ, लेकिन कभी भी मैंने ऐसी सिचुएशन जम्मू में कभी भी नहीं. न्यूज़ में देखा था, मूवीज़ में देखा था, पर कभी ऐसी सिचुएशन कभी फील भी नहीं की थी, कभी देखी भी नहीं थी. कोई SDRF वगैरह फॉरेंसिक टीम कोई आया इधर? फॉरेंसिक टीम से तो कोई नहीं आया. बाकी MLA वगैरह आए थे. पुलिस से भी SSP आए थे. ശരി, അവർ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ എനിക്കെന്നല്ല ആർക്കും മനസ്സിലാവും. കാരണം അത്രയധികം വലിയ വേദനയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവരിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലം കണ്ടില്ലേ, ഇതാകെ എന്താ പറയുക, മുഴുവൻ ഈ പൊടിപടലം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ്. നമ്മൾ തുടച്ചും വൃത്തിയാക്കിയൊക്കെ കൊണ്ട് നടക്കുന്ന മുറികളിലൊന്നാണ് ഇത്. അതാണ് ഈ തരത്തിൽ ഇങ്ങനെ നശിച്ച് പൊടിപടലമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് അവരുടെ കിടപ്പുമുറിയിൽ പോലും ആ തരത്തിൽ മൊത്തം മണ്ണ് മൂടി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. വലിയ ദുഃഖകരമായ കാഴ്ചയാണ്. ഈ ജമ്മുവിൽ ഈ ഏരിയയിൽ ഒന്നും തന്നെ ഇവർ ഈ സമീപകാലത്തൊന്നും ഇങ്ങനെ ഒരു ആക്രമണമൊന്നും ഇവരുടെ ഓർമ്മകളിൽ പോലും ഇല്ല. പലപ്പോഴും ഇവരും ഈ അതിർത്തിയിൽ ഇപ്പോൾ ഉച്ചയാകുന്ന സമയം, ഇതിനിടയിൽ എന്തെങ്കിലും നീക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഈ അതിർത്തിക്കപ്പുറത്തുനിന്ന് ഷെല്ലാക്രമണമോ അതല്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ച് ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കാനോ ഒക്കെ ഇന്ന് ശ്രമം നടത്തിയിട്ടുണ്ടോ? അതിൻ്റെ എന്തെങ്കിലും ഈ പറയുന്ന അപായ സൈറണുകളൊക്കെ നിരന്തരം മുഴങ്ങുന്ന ഒരു മേഖല കൂടിയാണല്ലോ. അവിടുത്തെ എന്താണ് മറ്റ് സാഹചര്യം? ഇപ്പോൾ ഇന്നലെയൊക്കെ ഉണ്ടായ ആക്രമണങ്ങൾക്കപ്പുറത്തേക്ക് ഇന്നൊക്കെ പുതിയ നീക്കങ്ങൾ നടത്തുന്നുണ്ടോ അവർ? വിജയകുമാർ, ഇന്നിപ്പോൾ രാവിലെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഇതിപ്പോൾ ഈ വീട്ടിലുണ്ടായത് രാവിലെ 3 മണിക്ക് ശേഷമാണ്. നമ്മൾ നേരത്തെ 2 ഇടങ്ങൾ കൂടി പോയിരുന്നു. അവിടെ 6 മണിക്കും 5:30 ശേഷവും 6 മണിക്ക് ശേഷവും ഒക്കെ സംഭവിച്ചാണ്. 6-6:30 ഇടയിലൊക്കെയാണ്.
അതിനുശേഷം സ്ഥിതി ഏതാണ്ട് ശാന്തമാണ്. പുതിയ ഏതെങ്കിലും ആക്രമണമോ പുതിയ ഏതെങ്കിലും അപായ സാധനമോ ഒന്നും തന്നെ ഈ ജമ്മു ഏരിയയിൽ, അതായത് ഈ നഗരപ്രദേശങ്ങളിലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതിർത്തി മേഖലകളിൽ സീസ് ഫയർ വയലേഷൻ, ഈ വെടിനിർത്തൽ കരാർ ലംഘനം, അതായത് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയും മറ്റും വെടിവെപ്പ് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. പക്ഷേ ഈ അതിര് കടന്ന് ഏരിയലായിട്ടുള്ള വ്യോമമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം, ഡ്രോണോ മറ്റോ ഒക്കെ അയച്ചുള്ള ആക്രമണം ഇന്ന് പകലുണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളും അത് തന്നെയാണ് സ്ഥിതി. ഈ പകൽ സമയം കുറേയൊക്കെ ശാന്തമായി തന്നെ ഉണ്ടാകും. രാത്രി ആയതിനു ശേഷമാണ് ഈ തരത്തിലുള്ള ആക്രമണം ഈ ജമ്മു അടക്കമുള്ള മേഖലകളിൽ നടത്തുന്നത്. ഇവിടെ കുറച്ച് അകലെയാണ് ജമ്മുവിൽ നിന്ന്, അതായത് നഗരത്തിൽ നിന്ന് കുറച്ച് അകലെയാണ് സാംബ എന്ന സ്ഥലം. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇന്നലെ ഇതിനേക്കാൾ കൂടുതൽ നാശനഷ്ടം ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ കുറച്ചധികം ഡ്രോണുകളും മറ്റും എത്തി എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ കൂടി നമ്മളൊന്ന് പോകുന്നുണ്ട്. അവിടെയും എന്താണ് അവസ്ഥ എന്നത്. ജമ്മുവിൽ ഈ നഗരത്തിൽ ഇപ്പോൾ ഞാൻ 3 ഇടങ്ങളിൽ ഈ രാവിലെ തന്നെ ഇപ്പോൾ പോയി. ഈ 3 ഇടങ്ങൾ മാത്രമല്ല, അതിലധികം സ്ഥലങ്ങളുണ്ട് എന്നതാണ് ഇവർ തന്നെ എന്നോട് പറയുന്നത്. ഇനിയും ഇടങ്ങളുണ്ട്, അവിടെയൊക്കെ തന്നെ ഈ തരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എന്താണ് വീണത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. നേരത്തെ പോയെടുത്ത് ഡ്രോണിന്റെ അവശിഷ്ടങ്ങളാണ് എന്ന് നാട്ടുകാർ സംശയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ വീണതെന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ഇവർക്ക് കൃത്യമായി അറിയത്തില്ല. വലിയ ഉഗ്രശബ്ദത്തോടെ എന്തോ ഒന്ന് വീടിന് മുകളിലേക്ക് വീണു. വീട് ഈ തരത്തിൽ തകർന്നു. ഞാൻ നേരത്തെ സംസാരിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ടായിരുന്നു, കുറച്ച് ദിവസങ്ങളേ ആവുള്ളൂ ഈ വീടൊന്ന് റെനോവേറ്റ് ചെയ്ത് ഇതൊന്ന് പുതുക്കി കുറച്ച് മോടി പിടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് ഏതാണ്ട് ദിവസങ്ങളെ ആവുന്നുള്ളൂ. അപ്പോഴാണ് ഈ തരത്തിൽ വലിയ ഒരു ഉഗ്ര സ്ഫോടനത്തോടെ എന്തോ ഒന്ന് വീടിന് മുകളിൽ വീഴുന്നു. അത് കോൺക്രീറ്റ് അപ്പാടെ തകർത്ത് താഴേക്ക് പതിക്കുന്നു. വീടിനകം മൊത്തം പൊടി പടലം. ഏതാണ്ട് 15 മിനിറ്റ് സമയമെടുത്തു ഈ ഡോറൊക്കെ ഒന്ന് തുറക്കാൻ എന്നതാണ് അവർ പറഞ്ഞത്. കാരണം ഡോറൊക്കെ തന്നെ ജാമായ അവസ്ഥയിലായിരുന്നു. അത് പിന്നീട് തുറന്ന് പുറത്തേക്ക് പോകാൻ 2 സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു വീടാണിത്. ഇവർ ഈ രാവിലെ വെള്ളം കുടിക്കാൻ മറ്റും എഴുന്നേറ്റപ്പോൾ മൊബൈൽ ഇങ്ങനെ നോക്കുകയാണ്, എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ, ഏതെങ്കിലും തരത്തിൽ അപായ സാധ്യത എന്തെങ്കിലും ഇവരുടെ ഈ ഏരിയയിൽ ഉണ്ടോ എന്നതൊക്കെ അവർ നോക്കിയത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുഭവത്തിൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊന്ന് ഇവരുടെ വീടിന് മുകളിലേക്ക് ഈ തരത്തിൽ പതിക്കുന്നതും വീട് ഏതാണ്ട് ഈ തരത്തിൽ നാശനഷ്ടങ്ങൾ, വലിയ നാശനഷ്ടങ്ങൾ വീട്ടിൽ ഉണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. ജമ്മുവിലെ പലയിടത്തും ഈ തരത്തിലുള്ള കാഴ്ചകൾ ഇനിയുമുണ്ട്. നമുക്ക് ആ മേഖലകളിൽ കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. രാവിലെ പൊതുവെ ഈ തരത്തിലുള്ള, അതായത് നമ്മളിപ്പോൾ കാണുന്ന തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും തന്നെ ജമ്മുവിൽ ഉണ്ടായിട്ടില്ല. നഗരത്തിലൊക്കെ തന്നെ സാധാരണ നിലയിൽ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. വിജയകുമാർ. ശരി ശ്രീനാഥ് ഇപ്പോൾ ജമ്മുവിലെ ജാനിപ്പൂർ കോളനിയിലാണ് എത്തിയത്. അവിടെ ഒരു തകർന്ന വീട്ടിൽ നിന്നാണ് ശ്രീനാഥ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാഴ്ചകൾ അവിടെ വേറെയുമുണ്ട്. ഇപ്പോൾ സാംബ സെക്ടറിലേക്കൊക്കെ പോയി ഇതിലും മോശമാണ് അവസ്ഥ എന്ന് ശ്രീനാഥ് പറയുകയായിരുന്നു. ശ്രീനാഥ് നിൽക്കുന്ന ജമ്മു മുതൽ ഗുജറാത്ത് വരെ എത്രയോ സംസ്ഥാനങ്ങൾ ഇപ്പോൾ അതിൽ ജമ്മു കാശ്മീരുണ്ട്, രാജസ്ഥാനുണ്ട്, പഞ്ചാബുണ്ട്, ഗുജറാത്ത്. ഈ മേഖലകളിൽ കഴിഞ്ഞ 2 ദിവസമായി തുടർച്ചയായി വൈകുന്നേരങ്ങളിൽ പാകിസ്ഥാൻ നടത്തുന്ന ഡ്രോൺ ആക്രമണം അത് ഇന്നലെ കുറെ കൂടി കടുത്തു. ഇന്നലെ യുദ്ധവിമാനങ്ങളടക്കം ഈ ആക്രമണത്തിൽ പങ്കെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിനെ മുഴുവൻ ചെറുത്തു തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, പാകിസ്ഥാന് കനത്ത നഷ്ടമുണ്ടാവുകയും ചെയ്തു. അപ്പോഴത് ആവർത്തിക്കുമോ ഇന്ന് വൈകുന്നേരവും എന്നറിയില്ല. എന്തായാലും ആവർത്തിച്ചാൽ അതിനെ നേരിടാൻ സുസജ്ജമാണ്. നമ്മുടെ അതിർത്തിയിൽ സംവിധാനങ്ങൾ ആകെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നേരത്തെ നമ്മൾ നൽകുകയും ചെയ്തു.